ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നേ ചക്കവറ്റൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ 2-3 ദിവസം കൊണ്ട് ഒരു ഗ്യാപ്പായിരുന്നു, ചെറിയൊരു ഗ്യാപ്പ് എടുത്തായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ അപ്പുറത്തെ ചേച്ചി അവിടെ ചക്ക എന്ന് വാങ്ങിച്ചാലും എനിക്ക് ചക്ക തരും. അപ്പം ഞാൻ ചക്കവറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ചക്ക, ഒരു കഷ്ണം, ഒരു ചെറിയ പീസാണ് ചേച്ചി തന്നത്. അപ്പം ഞാൻ അത് ഇത്തുപൂരം ഇച്ചിരി എന്ന് പറയാം, ഇത്തുപൂരം എടുത്ത് അവിയൽ വെച്ച് തരാം. അപ്പൊ ഞാൻ മഞ്ഞപ്പൊടി, ഇത് ബൂസ്റ്റ് അല്ല, ഇത് മഞ്ഞപ്പൊടിയാണ്. ഇത് കാശിക്കുട്ടന് വാങ്ങിച്ച ബൂസ്റ്റ്. അപ്പൊ ഞങ്ങൾ കൊടുത്തില്ല. അപ്പൊ എന്റെ കിങ്ങപ്പാച്ച വന്നപ്പോഴ് കിങ്ങപ്പാച്ചന് ചായ കുടിച്ചു കഴിഞ്ഞാൽ ബൂസ്റ്റ് വേണം. അപ്പൊ ഇച്ചിരി മഞ്ഞപ്പൊടി തട്ടി, പിന്നെ ഉപ്പ് അല്ല, ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മഞ്ഞൾ, സ്പൂൺ ഇട്ടിട്ടുണ്ട്. സ്പൂൺ ഇട്ടാലും ശരി, എനിക്ക് കൈ അളവ് വേണം. എൻ്റെ കൈ നല്ല വൃത്തിയുണ്ട് കേട്ടോ, കൈ അളവ് വേണേ. എനിക്ക് സ്പൂൺ ഇട്ടൊന്നും എടുത്താൽ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വീത് ഉപ്പ് തട്ടി ഇടുള്ളൂ. നല്ലതുപോലെ കുഴച്ച് ഈ കുഴയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? മോള് ഉച്ചയ്ക്കെല്ലാം വേവിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തുടച്ച് വൃത്തിയാക്കി ഇട്ടൊക്കെയാണ് കുഞ്ചൂസ് ചക്കവറ്റലിന്. ഇതെടുത്ത് വെച്ച് ഇത് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ എണ്ണയും നല്ല ചൂടാക്കി ഞങ്ങള് ചക്കവറ്റലിന് നല്ല മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട്, ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഇടും, പക്ഷെ ചിലവരൊന്നും മഞ്ഞപ്പൊടി ഇടൂല. ഇനി ഞാൻ എന്റെ ചീനച്ചട്ടി നല്ലതുണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് ഈ ചീനച്ചട്ടിയെ എനിക്ക് ഇഷ്ടമുള്ളൂ. ഇത് ഒരുപാട് നൊസ്റ്റാൾജിയൊക്കെ വരുന്ന ഒരു ചീനച്ചട്ടിയാണ്. നിങ്ങളിത് കാണുമ്പോൾ എനിക്കൊരു ചീനച്ചട്ടി വാങ്ങിച്ചൂടെ എന്ന് വിചാരിക്കുന്നവര് കാണും. പക്ഷെ എനിക്ക് ഈ ചീനച്ചട്ടിയോട് ഭയങ്കര ഒരു അട്രാക്ഷനാണ് കേട്ടോ. ഞാൻ പഴയതൊന്നും മറക്കാത്ത ഒരാളാണ്. ഉപ്പുണ്ടാ നോക്കട്ടെ. അടിപൊളി ഉപ്പുണ്ട്. ഇത് വേവണമെന്നില്ല. ഇതില് പച്ചച്ചക്ക, ഏറ്റവും ക്യാൻസർ വരെ മാറ്റാൻ കഴിവുള്ള ഒരു സാധനമാണ് ചക്ക. ചക്ക, നമ്മൾ ആത്തിച്ചക്ക, സത്യം നമ്മള് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ചക്ക. ഇതിപ്പോ ചക്ക വറുത്തല്ല ഉപയോഗിക്കാനുള്ളത്, നമ്മള് ചക്ക ഇളക്കി ഉപയോഗിക്കാം. പണ്ടൊക്കെ എന്റെ അമ്മയൊക്കെ ചക്ക ഇളക്കി മൺചട്ടിയിൽ വെച്ചിട്ട് അത് പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോൾ പാറക്കല്ല് പോലെ ഇരിക്കും. അതിനെടുത്ത് കുറച്ച് കഞ്ഞി എടുത്ത് ചോറും ഇട്ട് വെള്ളം ഒഴിച്ച് എന്റെ അച്ഛന് കൊടുക്കണമെന്നാണ് ഞാൻ പറയണത്. കുറച്ച് ചക്ക എടുത്തിട്ട് ഒരു കാന്താരി മുളകോട്ട് 2-3 ദിവസമായി അച്ചാറ് കാണും. അച്ചാറും കുറച്ച് കോരിയിട്ട് കരുവോട്, അച്ഛൻ ചാളക്കരുവോട്, വാളക്കരുവോട്, അയലക്കരുവോട് എല്ലാം മാറ്റോട്ട് വരും എന്റെ അച്ഛൻ. എന്റെ അച്ഛനെ പറ്റി പറയുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടാ. എന്റെ അച്ഛൻ മാറ്റോട്ട് വരും. അമ്മ വാളക്കരുവോട് നീളത്തിനിട്ട് എണ്ണ വീത്തി, അന്നൊക്കെ ഇച്ചിരി എണ്ണയെ കാണുള്ളൂ, എണ്ണ വീത്തി വാളക്കരുവോട് ഇങ്ങനെ പൊരിച്ചെടുത്തിട്ട് അതിന്റെ ബാക്കി എണ്ണയിൽ സവാള അരിഞ്ഞിടും. സവാളയും 2 വറ്റലോളവും 1 പച്ചോളവും കൂടി കിണ്ടി അതിനെ ഈ വാളക്കരിവോടിന്റെ മീത എടുത്തിട്ട് അച്ഛന് ഒരു കുടുവം പാത്രത്തില് പഴം കഞ്ഞി എടുത്ത് വെച്ച്, പിന്നെ ചിലപ്പോ മുളകും കൂടി ഇതും കൂടി വെച്ച്, നമ്മളെ ഈ അച്ഛൻ കുടിച്ചോണ്ടിരിക്കുന്ന പാത്രത്തിൽ ചെന്ന് കൈയിട്ടിട്ട് വാരി കുടിക്കും, അല്ലെങ്കിൽ അച്ഛൻ വാരി തരും. അതൊക്കെ ആ ഓർമ്മകളൊന്നും ചിലപ്പോ അതൊന്നും ഇപ്പൊ നമ്മളെപ്പോഴത്തെ മക്കൾക്ക് കിട്ടണില്ല. എന്റെ എണ്ണ കണ്ട, ഞാൻ പറഞ്ഞില്ലേ, എന്റെ മോളാണ് വീഡിയോ എടുക്കണത്, പറഞ്ഞില്ലേ. ഇതെല്ലാം കറക്റ്റായി എന്റെ സംസാരവും തീരുമ്പോ കണ്ട ഞങ്ങക്ക് ഇച്ചിരി വറ്റലേ ഉള്ളുവായിരുന്നു. അപ്പൊ നിങ്ങളത് ക്ലിയർ ആക്കി. പിന്നെ ഇതിനിടയ്ക്ക് ഞാനും കുഞ്ഞൂസും കുറേശ്ശൊക്കെ കഴിച്ചു. ഇനി ഞങ്ങള് ചായ ഇട്ട് ഇത് എല്ലാം കിടക്കും. Kata.